സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല സമരത്തിന് ആശമാരുടെ പിന്തുണ കുറയുന്നു. സമരം ചെയ്തു വന്നവരിൽ 502 പേർ കൂടി തിരികെ ജോലിയിൽ പ്രവേശിച്ചു. 1690 പേർ മാത്രമാണ് നിലവിൽ സമരത്തിൽ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 4 ജില്ലകളിൽ നിന്ന് ഒരു ആശാ വർക്കർ പോലും ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നൃപനാണ് നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം എന്താണ് അതിൻ്റെ ഒരു വസ്തുതയെന്ന്. നൃപൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിഭാഗം ആശാ വർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുകയാണ്. ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് വളരെയധികം വലിയ തുക 100 കോടിയിലധികം നൽകാനുണ്ട് എന്നതടക്കം മറച്ചുവെച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന നാട് കേരളം കൂടിയാണ് ആശമാർക്ക് എന്നതും മറച്ചുവെച്ചാണ് ആ ഒരു വിഭാഗത്തിൻ്റെ സമരം. പക്ഷേ ഇപ്പോൾ ആ സമരത്തിൻ്റെ പിന്തുണ കുറയുകയാണോ, അത് ദുർബലമാവുകയാണോ? കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതാണോ? ഓണറേറിയം സംബന്ധിച്ചും ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇവർക്ക് 7000 രൂപ ലഭിക്കുന്നത്, ഒപ്പം തന്നെ ഇൻസെന്റീവ് ആയി കണക്കാക്കുമ്പോൾ കേരളത്തിൽ 10,000 മുതൽ 13,500 രൂപ വരെ ഒരു ആശയ്ക്ക് ലഭിക്കുന്നു എന്നതാണ്. ഇത് 85% ആശാ വർക്കർമാരും ഈ തുക കേരളത്തിൽ വാങ്ങുന്നുണ്ട് എന്നത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കാണ്. ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ ആശാ വർക്കർമാരുടെ ആകെ ലിസ്റ്റിൽ, കേന്ദ്ര സ്കീമാണ്, അത് മനു പറഞ്ഞത് ശരിയാണ്. ഇത് ഇവർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ സമരം നടത്തിയത് നമ്മുടെ നാട്ടിൽ CITU ആണ്. CITUയുടെ നിരന്തരം സമ്മർദ്ദത്തിന്റെ ഫലമായി VS അച്യുതാനന്ദനാണ് ഇവർക്ക് 500 രൂപ ഓണറേറിയമായി തീരുമാനിക്കുന്നത്. തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു, അത് വീണ്ടും സമരം തുടരുന്നു. അതുകൊണ്ട് ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന തരത്തിൽ ശക്തമായ പ്രക്ഷോഭം CITU നടത്തുന്നു. അങ്ങനെ 1000 രൂപയാകുന്നു. ആ 1000 രൂപയിൽ നിന്നാണ് ഒന്നാം പിണറായി സർക്കാർ മുതൽ രണ്ടാം പിണറായി സർക്കാർ വിഷയം. 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പിന്നീട് നടത്തിയ സമരങ്ങൾ നമുക്കറിയാം. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ വീട് വളയുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സമരങ്ങളിലേക്ക് പോകേണ്ടി വന്നതാണ്. ഒരുപാട് താരതമ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആശമാർക്ക് വരുമാനം നൽകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇവിടെ 7000 രൂപ ഓണറേറിയം നൽകുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ആകെ ലഭിക്കുന്നത് ഓണറേറിയവും ഇൻസെൻറ്റീവും മറ്റ് അലവൻസും എല്ലാം ചേർത്ത് ആകെ ലഭിക്കുന്നത് 7500 രൂപ മാത്രമാണ്. അത് 10,000 രൂപയാക്കാൻ വേണ്ടി വലിയ സമരം ബംഗളൂരുവിലടക്കം ജില്ലാ കേന്ദ്രങ്ങളിലടക്കം കഴിഞ്ഞ നാളുകളിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. മറ്റിടങ്ങളിലെല്ലാം ഇതിലും താഴെയുള്ള തുകയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ളൊരവസ്ഥ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ സമരം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നത്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഈ പറയുന്ന ഒരു വിഭാഗം ആശമാർ സമരത്തിന് ഇറങ്ങുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതിനാണ് അവർക്ക് മറുപടി ഇല്ലാത്തതും. നൃപൻ, തുടരാം. തീർച്ചയായും മനു, നേരത്തെ സംസാരിച്ചപ്പോൾ സാങ്കേതികമായ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. ഏറ്റവും ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ രാജ്യത്ത് ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം ലഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ തന്നെ കണക്കുകളിൽ പറയുന്നത് 85% ആശമാരും കേരളത്തിൽ 10,000 മുതൽ 13,500 രൂപ വരെ ഈ ഓണറേറിയവും ഒപ്പം തന്നെ കേന്ദ്ര ലഭിക്കുന്ന ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ ആകെ ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിൽ 60:40 അതായത് 60% കേന്ദ്രവും ഒപ്പം തന്നെ 40% കേരളവും. അങ്ങനെ ഈ തുക 13,500 രൂപ വരെ 85% വരുന്ന ആശാ വർക്കർമാർ കേരളത്തിൽ വാങ്ങുന്നത്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 500 രൂപ ആശാ വർക്കർമാർക്ക് CITU നടത്തിയ ഐതിഹാസികമായ നിരന്തരമായ സമരത്തിൻ്റെ ഭാഗമായി ഈ VS അച്യുതാനന്ദൻ ആദ്യം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. നിരന്തര സമരത്തിൻ്റെ ഭാഗമായി അത് 1000 രൂപയെ വർദ്ധിപ്പിക്കുന്നു. തുടർന്ന് ഒന്നാം പിണറായി സർക്കാർ മുതൽ കഴിഞ്ഞ ഈ വർഷം വരെ തുടരുന്ന രണ്ടാം പിണറായി സർക്കാർ വരെയുള്ള സർക്കാരുകളാണ് 7000 രൂപയെ വർദ്ധിപ്പിച്ചത്. ഇന്നും ഇന്ത്യയിൽ കേവലം 500 രൂപ മാത്രം ആശാ വർക്കർമാരുടെ ഓണറേറിയം നൽകുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോഴും രാജ്യത്തുണ്ട്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ മുഴുവൻ ചെയ്യുന്നത് സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം ജനവികാരം തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വിഭാഗം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ആരംഭിച്ചത്. ആ സമരം ആരംഭിക്കുമ്പോൾ അവർ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. അതാണ് നമ്മൾ ആദ്യം കൊടുത്ത പ്രേക്ഷകർക്ക് കാണിച്ച സ്റ്റോറിയിൽ പറയുന്നത്. 2024 JP നദ്ദയെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി സന്ദർശിക്കാൻ പോയപ്പോൾ ഒന്നാമത് ഉന്നയിച്ച കാര്യം ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യമാണ്. രണ്ടാമതാണ് കേരളത്തിലെ എയിംസ് എന്ന ആവശ്യം ആരോഗ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രഥമ പരിഗണന ആശാ വർക്കർമാരുടെ ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട്. ഇനി കേന്ദ്രത്തിൻ്റെ സ്കീമായതുകൊണ്ട് തന്നെ ഇതിന് കേന്ദ്രമാണ് വർദ്ധിപ്പിച്ച് നൽകേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഈ ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ 100 കോടി രൂപയുടെ കുടിശ്ശിക കഴിഞ്ഞ വർഷത്തെ മാത്രം നിലവിലുണ്ട്. അപ്പോഴാണ് ജനുവരി വരെയുള്ള മുഴുവൻ കുടിശ്ശികയും സംസ്ഥാനം കൊടുത്ത് ഒരു തരത്തിൽ മുടക്കമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും സംസ്ഥാനത്തെ ഈ സർക്കാരിനെ
എങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ തരത്തിലുള്ള വ്യാപകമായ മനുവിനറിയാം സോഷ്യൽ മീഡിയയിൽ വാട്സപ്പുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി വസ്തുത കൂടി ആശാ വർക്കർമാരും ഒപ്പം തന്നെ ജനങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സമരം ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൂടി നമ്മൾ പരിശോധിക്കണം. കേരളത്തിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ ഇപ്പോൾ ആകെ ആശാ വർക്കർമാരുടെ കേരളത്തിലെ കണക്ക് എന്ന് പറയുന്നത് 26,125 പേരാണ്. ഇപ്പോൾ പങ്കെടുക്കുന്നത് നിലവിൽ സമരത്തിലുള്ളത് 1690 ആശാ വർക്കർമാരുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് 225 പേർ, കൊല്ലത്ത് നിന്ന് 114 പേർ, ആലപ്പുഴയിൽ നിന്ന് 46 പേർ, പാലക്കാട് നിന്ന് 117. ഇവരെല്ലാവരും സമരത്തിൽ പങ്കെടുക്കുന്നവരല്ല. ഈ സമരത്തിൻ്റെ ഭാഗമായി അവരുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാഗമായി വിട്ടുനിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇതിൻ്റെ ഭാഗമല്ലാതെ നിൽക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാകാം. അത് ആകെ പരിശോധിച്ചാൽ തന്നെ 1690 പേർ മാത്രമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആകെയുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ സമരത്തിൻ്റെ ഭാഗമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്നവരുടെ കണക്ക് 2169. അതിൽ തന്നെ ആദ്യത്തെ കണക്ക് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന കണക്കാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തോടു കൂടി ഇതിൽ 2169 പേരിൽ 502 പേർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സമരത്തെ സംബന്ധിച്ച് വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ ഈ കാര്യത്തിൽ കാര്യങ്ങളുടെ ആശയക്കുഴപ്പം മാറിയ ആശാമാർ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവർ സമരത്തിൻ്റെ ഭാഗമാകുന്നില്ല. ആ ഘട്ടത്തിലാണ് വലിയ സംഘടിതമായി സർക്കാരിനെതിരെ വലിയ തരത്തിൽ ജനവികാരം ഉണർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്രം നൽകേണ്ട തുകയെക്കുറിച്ചോ 100 കോടി ലഭിക്കാത്തതിനെക്കുറിച്ചോ ആശമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മറച്ചു വെച്ചുകൊണ്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രി വ്യക്തമായി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ആശമാർ സമരത്തിൽ നിന്ന് ഓരോ ദിവസവും പ്രതിദിനം പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. മനു.